ജോസഫ്, ഏറെക്കുറെ സമ്പൂർണ്ണാധിപത്യമായിരുന്നു സ്പെയിൻ്റേത് എന്ന് പറയണം. കാരണം ഈ ടൂർണമെന്റിൽ ഒരു ഗംഭീര പ്രയാണം നടത്തിയ ഒരു സംഘം അത് ഫ്രാൻസാണ്. ആ ഫ്രാൻസിനെ വീഴ്ത്തിയാണ് സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയത്. അപ്പോൾ അത് മുതൽ തന്നെ സ്പെയിൻ്റെ ടൂർണമെൻ്റാണ് എന്നുള്ളത് ഏറെക്കുറെ ഊഹിക്കാമായിരുന്നു, ഉറപ്പിച്ചിരുന്നു. ഈ ടൂർണമെൻറ്റിൽ നമ്മളൊരു വൈൻഡപ്പിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോസിറ്റീവ് ഔട്ട്കമ്മുകൾ? റോഡ്രിക്ക് ആ ഗോൾഡൻ ബോൾ കിട്ടിയെന്നുള്ളത് തന്നെ ഒരു വലിയ പോസിറ്റീവാണ്. പൊതുവെ ഗോളുകൾക്കും അസിസ്റ്റുകൾക്കും പുറകെ പോകുന്ന ഒരു പതിവുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും മികച്ച കളിക്കാരൻ എന്തുകൊണ്ടാണോ സ്പെയിൻ വേൾഡ് കപ്പ് ജയിക്കാനുള്ള പ്രധാന കാരണം, ആ കാരണക്കാരന് തന്നെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള അവാർഡ് കിട്ടിയതിൽ നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസിഷനാണ്. കാരണം ലിയോണൽ മെസ്സിക്ക് കൊടുക്കുക വളരെ എളുപ്പമുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷെ അവിടെ വളരെ ലോജിക്കലായി ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഫ്രാൻസ് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്, എങ്ങനെയാണ് ഫൈനലിൽ അർജന്റീനയെ നിലം തൊടിയിക്കാതെ പരാജയപ്പെടുത്തിയത്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ നോക്കുമ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ റോഡ്രി. അത് തീർച്ചയായും അർഹിച്ച ഒരു അവാർഡ് തന്നെയാണ്. പൊതുവെ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നത്. കാരണം ഏറ്റവും അധികം മാൻ ഓഫ് ദി മാച്ച് കിട്ടിയ ആൾക്ക് കൊടുക്കുകയാണല്ലോ എളുപ്പം സൊല്യൂഷൻ. പക്ഷെ അതല്ല, ഏറ്റവും അധികം മത്സരങ്ങൾ നിയന്ത്രിച്ച് ഏറ്റവും മികച്ച പ്രകടനം പുറത്തൊരു താരത്തിന് കൊടുത്തു. ഇനി സ്പെയിനിന്റെ ഒരു ഫ്യൂച്ചറും സിസ്റ്റവും നോക്കുന്നതായിരിക്കും ഏറ്റവും വലിയൊരു പോസിറ്റീവ്. കുബാർസിക്ക് യങ് പ്ലെയർ അവാർഡ് കിട്ടിയത് പറഞ്ഞു. അതുപോലെ സ്പെയിനിന്റെ ഒരു സിസ്റ്റം, അവരുടെ പരിശീലകനെ നമ്മൾ നോക്കുക, അവരുടെ യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വന്ന പരിശീലകനാണ്. ഒത്തിരി കാലങ്ങളായി ഈ യുവതാരങ്ങളെ പരിശീലിപ്പിച്ച് അങ്ങനെ അതേ ഒരു സിസ്റ്റത്തിൽ നിന്ന് മുകളിലേക്ക് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നിക്കോ വില്യംസിന്റെ കാര്യം ഇന്നലെ ലൈനപ്പ് വന്നതിന് ശേഷം ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിനെ നമ്മൾ സ്റ്റാർട്ട് പ്രതീക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ ഫിറ്റ് ആയിരുന്നെങ്കിൽ തുടർച്ചയായി അദ്ദേഹം തന്നെ സ്റ്റാർട്ട് ചെയ്തു പോയേനെ. പക്ഷെ എപ്പോഴാണോ നിക്കോ വില്യംസിന് പരിക്ക് പറ്റിയത്, അതിന് പകരം ഓൾറെഡി അദ്ദേഹത്തിന്റെ റിപ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ സെയിം ലൈക്ക് ഫോർ ലൈക്ക് അല്ല 100%. പക്ഷെ എന്നാൽ പോലും ആ റിപ്ലേസ്മെന്റ് അവിടെ വന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടില്ല. അതായത് ഒരാൾക്ക് ഒരു അവസരം നൽകി കഴിഞ്ഞാൽ അവിടെ നല്ല പെർഫോമൻസ് നടത്തി കഴിഞ്ഞാൽ നഷ്ടപ്പെടില്ല എന്നുള്ളതും, നല്ല പെർഫോമൻസിൽ എന്നും റിവാർഡ് ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഒത്തിരി അധികം ടൂർണമെന്റ് ഈ ലോകകപ്പിൽ നമുക്ക് 48 ടീമുകൾ വന്നുകൊണ്ട് തന്നെ 104 മത്സരങ്ങൾ പിന്നിട്ടു, 300-ലധികം ഗോളുകൾ. അത് ഇന്നലെ രാവിലെ നമുക്കൊരു ഗോൾ മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ ഓർത്തിരിക്കാൻ ഒട്ടനവധി മെമ്മറികളുണ്ട്. ബൊസീഞ്ഞയും കാബോവരുടെയും ഈ അടുത്ത കാലത്തെങ്ങും ആളുകൾ മറക്കാൻ വഴിയില്ല. അങ്ങനെ ഒരു പ്രായഭേദമന്യേ 40 കഴിഞ്ഞ കാബോവരുടെ ഗോൾ കീപ്പർ ബൊസീഞ്ഞയും 19-കാരനായ പാവു കുബാർസിയെയും നമ്മൾ ഒരേ ശബ്ദത്തിൽ ഓർക്കുന്നുവെങ്കിൽ ഇത് ഈ ലോകകപ്പിന്റെ 48 ടീം ലോകകപ്പിന്റെ ഒരു വൻ വിജയം തന്നെയാണ്. 1286 കളിക്കാർ പങ്കെടുത്ത ഈ ലോകകപ്പിന്റെ ഒരു വിജയം തന്നെയാണ്. അപ്പോൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഫുട്ബോളിന്റെ വീണ്ടും ഒരു ഗ്ലോബൽ എക്സ്പാൻഷൻ, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്ട് വേറെ എങ്ങുമില്ല. എന്നാൽ പോലും അത് സാധാരണ നമ്മൾ കാണുന്നതിലുമൊക്കെ അപ്പുറത്തേക്ക് ഫുട്ബോളിന്റെ ഒരു വളർച്ച തന്നെയാണ് ഈ ലോകകപ്പിലെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ. അത് പ്രായഭേദമന്യേ ആൾക്കാർ നെഞ്ചിലേറ്റുന്നു എന്നുള്ളത്. റൈറ്റ്. എനിവേ, താങ്ക് യു സോ മച്ച് ജോസഫ്. കാരണം ഈ ലോകകപ്പിൽ ന്യൂസ് 18-നൊപ്പം എപ്പോഴും ചേർന്ന് നിന്നത് ജോസഫ് ജോർജാണ്. കൃത്യമായിട്ട് വിശകലനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളുമായപ്പോൾ ഇത്രയും നാളുകൾ നമ്മോടൊപ്പം നിന്നതിനും ഒരുപാട് സന്തോഷം. ഫുട്ബോളത്തിൽ ഇത്രയും നാൾ പങ്കുവച്ചതിലുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് ജോസഫിനോടൊപ്പം. താങ്ക് യു ഫോർ ദ ലാസ്റ്റ് ടൈം ഫ്രം ദ വേൾഡ് കപ്പ് ഡെസ്ക്. താങ്ക് യു. താങ്ക് യു ന്യൂസ് 18 ടീം. ഇറ്റ് വാസ് എ പ്ലഷർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.